അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങൾക്ക് മേൽ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് താലിബാൻ ഭരണകൂടം പുതിയ കുടുംബ നിയമം പ്രഖ്യാപിച്ചു. സമ്പൂർണ്ണമായും ഇസ്ലാമിക് നിയമങ്ങൾക്ക് വിധേയമായി തയ്യാറാക്കിയിരിക്കുന്ന ഈ നിയമത്തിലെ ചില വ്യവസ്ഥകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. വിവാഹപ്രായം എത്താത്ത പെൺകുട്ടികളുടെ മൗനത്തെ വിവാഹത്തിനുള്ള പൂർണ്ണ സമ്മതമായി കണക്കാക്കാം എന്നതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും വിവാദപരമായ വ്യവസ്ഥ. അതേസമയം പുരുഷന്മാർക്കും മുൻപ് വിവാഹിതരായ സ്ത്രീകൾക്കും ഈ ആനുകൂല്യം ലഭിക്കില്ലെന്നും അവരുടെ ഭാഗത്തു നിന്നുള്ള വ്യക്തമായ വാമൊഴി തന്നെ സമ്മതമായി കണക്കാക്കണമെന്നും നിയമത്തിൽ പ്രത്യേകം വ്യക്തമാക്കുന്നുണ്ട്. വിവാഹമോചനം, ശൈശവ വിവാഹം, കുടുംബ വ്യവസ്ഥകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ദീർഘകാലമായി നിലനിന്നിരുന്ന തർക്കങ്ങൾക്കും രീതികൾക്കും ഔദ്യോഗികമായ രൂപം നൽകാനാണ് താലിബാൻ ഈ നിയമനിർമ്മാണത്തിലൂടെ ശ്രമിക്കുന്നത്. താലിബാന്റെ പരമോന്നത നേതാവായ ഹിബത്തുള്ള അഖുംസാദ നേരിട്ടാണ് ഈ പുതിയ നിയമത്തിന് അന്തിമ അംഗീകാരം നൽകിയത്. തുടർന്ന് അഫ്ഗാനിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക ഗസറ്റിൽ ഇത് പരസ്യപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ രാജ്യത്തെ മുഴുവൻ പ്രാദേശിക കോടതികൾക്കും ഭരണകൂട സ്ഥാപനങ്ങൾക്കും ഈ നിയമം കർശനമായി നടപ്പിലാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭാര്യ ഭർത്തൃ വേർപിരിയലിന്റെ തത്വങ്ങൾ, കുടുംബ സുരക്ഷിതത്വം എന്നീ തലക്കെട്ടുകൾക്ക് കീഴിലാണ് പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശൈശവ വിവാഹം, ദീർഘകാലമായി കാണാതായ ഭർത്താക്കന്മാരുടെ പദവി, നിർബന്ധിത വിവാഹമോചനം, വിവാഹേതര ബന്ധങ്ങൾ തുടങ്ങിയ സങ്കീർണമായ സാമൂഹിക വിഷയങ്ങൾക്കെല്ലാം താലിബാൻ ഭരണകൂടം ഇതിലൂടെ സ്വന്തം വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അഫ്ഗാൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന പരമ്പരാഗതമായ ആചാരങ്ങളെയും മതപരമായ കൽപ്പനകളെയും കൂട്ടിക്കലർത്തിയാണ് ഈ നിയമസംഹിത രൂപീകരിച്ചിരിക്കുന്നത്. അതിദാരിദ്ര്യം പിടിമുറുക്കിയിരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഈ നിയമം എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കകളാണ് ഉയരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം നിലനിൽപ്പിനായി പൊരുതുന്ന മാതാപിതാക്കൾ, പണത്തിനു വേണ്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പ്രായമായവർക്ക് വിവാഹം കഴിച്ചു നൽകുന്ന രീതി അഫ്ഗാനിസ്ഥാനിൽ പണ്ട് മുതലേ നിലനിൽക്കുന്നുണ്ട്. പുതിയ നിയമത്തിലെ മൗനം സമ്മതം എന്ന വ്യവസ്ഥ ഇത്തരം പെൺകുട്ടികളുടെ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ കാരണമാകുമെന്നും ശൈശവ വിവാഹങ്ങൾക്ക് ഇത് പൂർണ്ണമായ നിയമ പ്രാബല്യം നൽകുമെന്നും മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കണക്കാക്കുന്നു. പെൺകുട്ടികൾക്ക് ഭയം കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ എതിർപ്പ് പ്രകടിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം നിയമപരമായി ദുരുപയോഗം ചെയ്യപ്പെടും. അഫ്ഗാനിസ്ഥാനിലെ ഗ്രാമീണ മേഖലകളിൽ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നതിനായി വരന്റെ കുടുംബത്തിൽ നിന്നും പെൺകുട്ടിയുടെ കുടുംബത്തിന് വലിയ തുകകൾ കൈമാറാറുണ്ട്. ഒരു പെൺകുട്ടിയുടെ പ്രായവും ഭാഗ്യവും അനുസരിച്ച് $500 മുതൽ $3000 വരെയാണ് ഇതിനായി കൈമാറുന്നത്. ദാരിദ്ര്യം മൂലം പട്ടിണിയിലായ പല കുടുംബങ്ങളും ഈ തുക ലക്ഷ്യമിട്ടാണ് തങ്ങളുടെ പെൺമക്കളെ ചെറുപ്രായത്തിൽ തന്നെ വിവാഹ കമ്പോളത്തിലേക്ക് തള്ളിവിടുന്നത്. പുതിയ നിയമം വരുന്നതോടെ ഇത്തരം കൊടുക്കൽ വാങ്ങലുകൾക്ക് കൂടുതൽ വേഗതയേറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിവാഹ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളിലും വ്യക്തിപരമായ തർക്കങ്ങളിലും ഇടപെടാൻ താലിബാൻ നിയോഗിച്ചിട്ടുള്ള കടുത്ത മതവിശ്വാസികളായ ന്യായാധിപന്മാർക്ക് പുതിയ നിയമം വിപുലമായ അധികാരങ്ങളാണ് നൽകുന്നത്. വിവാഹേതര ബന്ധങ്ങൾ, പങ്കാളികളിൽ ആരെങ്കിലും നടത്തുന്ന മതപരിവർത്തനം, ഭർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ദീർഘകാലത്തെ അസാന്നിധ്യം, സ്വന്തം ഭാര്യയെ മറ്റ് സ്ത്രീകളുമായി താരതമ്യം ചെയ്ത് അധിക്ഷേപിക്കൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ കോടതികൾക്ക് സ്വമേധയാ ഇടപെടാം. ഇത്തരം കേസുകളിൽ കക്ഷികളുടെ ഭാഗം കേൾക്കുന്നതിനേക്കാൾ ശരീഅത്ത് നിയമങ്ങളുടെ കർശനമായ വ്യാഖ്യാനങ്ങൾക്കായിരിക്കും മുൻഗണന. പരാതികളുടെയും കേസുകളുടെയും സ്വഭാവം അനുസരിച്ച് കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ താലിബാൻ ന്യായാധിപന്മാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടാകും. ഉഭയസമ്മത പ്രകാരമല്ലാത്ത വിവാഹമോചനം അനുവദിക്കുക, കുറ്റക്കാർക്ക് ദീർഘകാല തടവ് ശിക്ഷ നൽകുക, അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ വെച്ചുള്ള ചാട്ടവാറടി ഉൾപ്പെടെയുള്ള ശാരീരിക ശിക്ഷകൾ വിധിക്കുക എന്നിവയെല്ലാം ഈ കോടതികളുടെ പരിധിയിൽ വരും. സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും കഠിനമായ ശിക്ഷകളിലേക്ക് നയിക്കാൻ ഈ നിയമം കാരണമാകുമെന്ന ഭയം നിലനിൽക്കുന്നുണ്ട്. താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഘട്ടം ഘട്ടമായി നിഷേധിക്കപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കുടുംബജീവിതത്തിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും കരിനിഴൽ വീഴ്ത്തുന്ന പുതിയ നിയമം വന്നിരിക്കുന്നത്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പുരുഷന്മാരായ രക്ഷിതാക്കളുടെ അനുവാദം വേണമെന്ന നിബന്ധന നിലവിലുള്ള സാഹചര്യത്തിൽ പുതിയ വിവാഹ നിയമം കൂടി വരുന്നതോടെ പെൺകുട്ടികൾക്ക് സ്വന്തം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം പൂർണ്ണമായും ഇല്ലാതാകും. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള രാജ്യാന്തര സംഘടനകൾ താലിബാന്റെ പുതിയ നിയമനിർമ്മാണത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ആധുനിക ലോകത്ത് മനുഷ്യത്വരഹിതമായ ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്നത് അഫ്ഗാനിസ്ഥാനെ കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും കൂടുതൽ സാമ്പത്തിക സഹായങ്ങൾ പ്രതീക്ഷിക്കുന്ന താലിബാന്റെ ഈ തീവ്രവാദ സ്വഭാവമുള്ള നയങ്ങൾ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കും. പുതിയ കുടുംബ നിയമത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്കിടയിലും കടുത്ത ആശങ്കയാണ് പുകയുന്നത്. പ്രത്യേകിച്ചും പെൺമക്കളുള്ള മാതാപിതാക്കൾ ഭാവിയെക്കുറിച്ചോർത്ത് ആകുലപ്പെടുകയാണ്. താലിബാൻ ഭരണകൂടം തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിനായി വ്യക്തി നിയമങ്ങളിൽ നടത്തുന്ന ഇത്തരം കടുത്ത ഇടപെടലുകൾ അഫ്ഗാൻ സമൂഹത്തെ മധ്യകാല യുഗത്തിലെ അന്ധകാരത്തിലേക്ക് പിന്നോട്ട് നടത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല.